ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കുടുംബം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനേക്കാൾ വലുതായിട്ട് എനിക്ക് വേറൊന്നുമില്ല. അവള് പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്ന. അമ്മയുണ്ടല്ലോ ഇവിടെ. മോൻ വേണമെങ്കിൽ മീറ്റിംഗിന് പൊക്കോ. അത് വേണ്ടമേ, ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ? എന്ത് അത്യാവശ്യം? ഈ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ സമൃദ്ധയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അവള് നമ്മുടെ സമ്പ്രദായമല്ലേ. വെറുതെ ഇവിടെ നിന്ന് നിന്റെ സമയം പാഴാക്കേണ്ട കാര്യമില്ല. നിന്റെ തിരക്ക് എത്ര വലുതാണെന്ന് എനിക്കറിഞ്ഞൂടെ. അമ്മ എല്ലാം നോക്കിക്കോളാം. ഇനി അത്യാവശ്യത്തിന് ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ശിശിരയെ വിളിച്ചോളാം. അത് വേണ്ട, ഞാൻ തന്നെ നിന്നോളാം. എടാ, ഇവളൊരു പെണ്ണല്ലേ. ഇവളെ നോക്കാൻ പെണ്ണായി ഞാനിവിടെ ഇല്ലേ? അത് മതി. ഇനി അഥവാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അന്നേരം നീ വന്നാ മതി. അല്ലാതെ ഇവളെ സാരിത്തുമ്പി ചുറ്റി നീ ഇവിടെ നിൽക്കണം എന്നില്ലടാ. ശരിയെന്നാ, എനിക്കിന്ന് 2 മീറ്റിങ്ങുകളും ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിക്കാം. ആ, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സാവധാനം വിളിച്ചാ മതി. സമൃദ്ധയുടെ കാര്യം നോക്കാൻ ഞാനിവിടെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഇത് ഹോസ്പിറ്റലല്ലേ, പിന്നെന്തിനാ പേടി? നീ ചെല്ല്. ശരിയമ്മേ. ഓ, രക്ഷപ്പെട്ടു. ഇവൻ ഇവിടെ നിന്ന് എന്റെ പ്ലാനിങ് ഒന്നും നടക്കില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇതോടുകൂടി ഇവൾക്ക് പഴയതെല്ലാം ഓർമ്മ വരും. ഇനി ഒരിക്കൽ കൂടി ഇവളൊന്നും ഓർക്കാൻ പാടില്ല. അതിനു മുൻപ് തന്നെ എല്ലാം മായ്ച്ചു കളയണം. ശിശിരെ കൂടി വിളിക്കാം. ഒരു സഹായത്തിന് അവളുള്ളത് നല്ലതാ. എന്തായമ്മേ? പോയടി, എല്ലാം കൈവിട്ടു പോയി. ഞാനിവിടെ കൈയും കാലം വരച്ചു നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നീ ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ? ഞാൻ റെഡിയായി, ദേ ഇറങ്ങാൻ നിക്കുവാ. അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറ. എടി, അവൾക്ക് പഴയതെല്ലാം ഓർമ്മ വന്ന പോലെയാ അവൾ ഇപ്പൊ പെരുമാറുന്നത്. നമ്മളൊന്നും ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാ കള്ളത്തരങ്ങളും വെളിച്ചത്താവാൻ പോവാ. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബം തകർന്ന് തരിപ്പണാവും. ഇവിടെ എന്താ ഉണ്ടായെന്ന് നിനക്കറിയാമോ? നീ പറ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാക്ക് താണോ പോയോ? നമ്മള് ഭയന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അവൾക്ക് പഴയ ഓർമ്മ വന്നിട്ടുണ്ട്, എനിക്കത് ഉറപ്പാ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗോകുൽ എവിടെ? ഒരു വിധത്തിൽ ഞാൻ അവനെ നിർബന്ധിച്ച് ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവനിവിടെ നിന്നാ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേതായാലും നന്നായി. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കുടുംബം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനേക്കാൾ വലുതായിട്ട് എനിക്ക് വേറൊന്നുമില്ല. അവള് പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്ന. അവൾക്ക് ഓർമ്മ വന്ന് പഴയതൊക്കെ വിളിച്ചു പറഞ്ഞാലേ പിന്നെ നമ്മളൊക്കെ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നും. നീ ഒന്ന് വേഗം വാ. ഗോകുല് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുൻപ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കണം. ഇപ്പൊ അവൾ എന്തെടുക്കുക? ആ ബഹളം ഉണ്ടാക്കിയതിനു ശേഷം ഡോക്ടർമാര് പിടിച്ചുകൊണ്ടുപോയി മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. അതിന്റെ മയക്കത്തിലായിപ്പോ. എന്റെ ദേവി, ഈ മയക്കത്തിൽ നിന്നുണരുമ്പോ അവള് നമ്മുടെ പഴയ സമ്പ്രദായമായിട്ട് തന്നെ ഉണർന്നാ മതിയായിരുന്നു. അമ്മേ, ഇതൊരു ജീവൻ മരണ പോരാട്ടാ.
ഒരു കാരണവശാലും ഗോകുൽ ഇതൊന്നും അറിയാൻ പാടില്ല. അവൻ അറിഞ്ഞാ നേരല്ലാത്ത ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അറിയാലോ അവന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെയാ ഞാൻ അവനെ നിർബന്ധിച്ച് ഒരു വിധത്തിൽ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നാ മതി. ഇതിനുള്ള പോംവഴി എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ ഇപ്പൊ തന്നെ വരാം. ദേ ഇറങ്ങി. നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ ആരും എതിരെ നിന്നിട്ടില്ല. പക്ഷെ ഇപ്പോ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം. എന്ത്? ആ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നോ? അതെ. ആ പെൺകുട്ടിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് നിന്റെ വണ്ടി ഇടിച്ച. അവളുടെ ഓർമ്മകൾ തിരിച്ചു വരുന്നവരെയെങ്കിലും അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത നിനക്കില്ലേ? എടാ, തൽക്കാലം ആ കുട്ടി നമ്മുടെ കൂടെ തന്നെ താമസിക്കുന്നത് നല്ലത്. മോനെ, സമൃദ്ധ മോൾക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. സമൃദ്ധ? ഈശ്വര, സ്വന്തം പേര് കൂടി ഓർക്കാൻ പറ്റുന്നില്ലേ? മോള് വിഷമിക്കണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ എല്ലാം പറഞ്ഞു തരാം. സമൃദ്ധ അകത്തുണ്ട്. എന്റെ മോനും അവന്റെ കുഞ്ഞിനും വേണ്ടി ഈ അമ്മയ്ക്ക് ഇതേ ചെയ്യാൻ പറ്റൂ. നീ സമ്മതിക്കില്ല? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ അച്ഛനെ കാണണം.